അതുപോലെ തന്നെ ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് y ഡാഷ് പ്ലസ് y tan x ഈക്വൽ ടു സൈൻ 2x. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, എന്താണ് y ഓഫ് 0 ഈക്വൽ ടു 1. അതായത് എന്താണ്, ഇതൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അപ്പൊ ഇവിടുത്തെ p ഓഫ് x എന്താണ് വരിക, tan x ആണ് അല്ലെ. yന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് tan x ആണ്. അതുപോലെ r ഓഫ് x വരുന്നത് sin 2x ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ തന്നുകൊണ്ട് എന്താണ്, c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ജനറൽ ആയിട്ട് നമുക്ക് സൊല്യൂഷനിൽ എഴുതാൻ പറ്റില്ല. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പെർട്ടിക്കുലർ സൊല്യൂഷൻ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ ഇനി ഇതെങ്ങനെ ചെയ്യാം, p ഓഫ് x എന്താണ്, tan x ആണ്. അപ്പൊ ഇന്റഗ്രൽ tan x എന്താ വരിക, നമുക്കറിയാം ln മോഡ് sec x ആണ്. അതുപോലെ r ഓഫ് x എന്താണ്, sin 2x ആണ്. അപ്പൊ ഇതൊരു r ഓഫ് x നോട്ട് ഈക്വൽ ടു 0 ആണ്, സീറോ ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ് ലീനിയർ എന്ന് പറയുന്നത്, വൈയിലും y ഡാഷിലും ലീനിയർ ആയതുകൊണ്ട്. ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, y ഈക്വൽ ടു, നമുക്ക് അറിയാം ഫോർമുലയിൽ എന്ത് ചെയ്യുക, p ഓഫ് എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, r ഓഫ് എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, e ടു ദ പവർ മൈനസ് ln മോഡ് sec x ഇന്റഗ്രൽ e ടു ദ പവർ ln മോഡ് sec x ഇൻറ്റു സൈൻ 2x dx പ്ലസ് എന്ന് വരും. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, 1 sec x എന്ന് എഴുതാം അല്ലെ. ഇവിടെ എന്താണ്, e ടു ദ പവർ മൈനസ് ln sec x ആണ്, മോഡ് sec x ആണ്. അപ്പൊ ഇതിന്റെ എന്താണ്, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അതെന്ത് വരും, മോഡ് sec x ഓൾ റൈസ് ടു -1 എന്ന് വരും. അതായത് എന്താണ്, 1 മോഡ് sec x. അപ്പൊ അതിന് പകരം ഇവിടെ എഴുതിയ എന്താ, 1 sec x മാത്രമാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ മോഡ് നമ്മൾ റിമൂവ് ചെയ്യാനുള്ള കാരണം നിങ്ങളായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കുക. കാരണം ഇതിൽ തന്നെ ഒബിയസ് ആണ്, എന്താണെന്നുള്ളത് നിങ്ങളൊന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നോക്കുക. അപ്പൊ ഇതെന്ത് വരും, ഇന്റഗ്രൽ sec x sin 2x dx പ്ലസ് c എന്ന് വരും. അതായത് ഈ എന്നിട്ട് sin 2x എങ്ങനെ എഴുതാൻ പറ്റും, 2 sin x cos x എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന് എന്ത് എഴുതാൻ പറ്റും, 1 sec x ഇൻറ്റു 2 sec x ഉണ്ട് cos x ഉണ്ട്. അപ്പൊ അത് ക്യാൻസൽ ആയി പോയിട്ട് എന്താവും, 2 ഇൻറ്റു ഇന്റഗ്രൽ sin x dx ആവും. അതായത് 2 sec x ഇൻറ്റു മൈനസ് cos x dx എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 1 sec x എങ്ങനെ എഴുതാൻ പറ്റും, cos x എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ എന്ത് കിട്ടും, -2 cos square x പ്ലസ് c cos x എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിൽ എന്ത് ചെയ്യുക, ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. എന്താണ്, y ഓഫ് 0 ഈക്വൽ ടു 1 എന്നുള്ള ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, y ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് x ന് 0 കൊടുക്കുമ്പോൾ y വാല്യൂ എന്താണ്, 1 ആണ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ ഈ സൊല്യൂഷന്റെ വാല്യൂ 1 ആണ് എപ്പോ, x ന് 0 കൊടുക്കുമ്പോൾ. അതായത് cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ -2 വരും, പ്ലസ് cos 0 1 വരും, അപ്പോൾ -2 പ്ലസ് c വരും. അതായത് c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് 3 ആണെന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഗിവൺ സൊല്യൂഷൻ എന്താണ്, y ഈക്വൽ ടു -2 cos square x പ്ലസ് 3 cos x എന്നുള്ളതാണ് സൊല്യൂഷൻ ആയിട്ട് വരിക.